സൺഡേ സാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മെല്ലികശ്ശേരി. യുണൈറ്റഡ് നേഷൻസിലെ ഇറാൻ അംബാസിഡർ അമീർ സെയ്ദ് ഇറാവനി ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്നുള്ളത് അവരുടെ മൌലിക അവകാശമാണെന്നും അവരെ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടുള്ളതുകൊണ്ട് അവർക്ക് യുറേനിയം എൻറിച്ച് ചെയ്യാൻ അവകാശമുണ്ടെന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പം ഇറാനുമായിട്ടുള്ള പ്രശ്നം വീണ്ടും ഉയർന്നു വരികയാണ്. അതിനിടയിലൂടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ DG ആയിട്ടുള്ള ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള റാഫേൽ ഗ്രോസി ഇറാൻ ഉടൻ തന്നെ അവരുടെ യുറാനിയം എൻറിച്ച്മെന്റ് വലിയ താമസിയാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ ഈ പ്രഖ്യാപനത്തെ തുടർന്ന് അദ്ദേഹത്തെ വധിച്ചു കളയണം എന്ന റാഫേൽ ഗ്രോസിയെ തട്ടിക്കളയണം എന്ന ഒരു കോൾ ഇറാനിയൻ മത നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതായി പറയപ്പെടുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ റാഫേൽ ഗ്രോസിയെ തട്ടിക്കളയണമെന്നാണ് ഇറാനിയൻ മത നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലേക്ക് ഇറാൻ കടക്കുകയാണെങ്കിൽ നിശ്ചയമായും ഇറാനെ ബോംബ് ചെയ്ത് അവരുടെ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസും കൂടുതൽ സൗകര്യങ്ങളും തകർത്ത് കളയും എന്ന് പറയുന്നുണ്ട്. അതിനിടയിലൂടെ ട്രംപ് വയ്ക്കുന്ന ഒരു ഓഫറുണ്ട്. ഇനി എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയിലേക്ക് പോകാതെ സമാധാനത്തിന് ന്യൂക്ലിയർ പാക്റ്റിൽ അവർ ഒപ്പിടുകയാണെങ്കിൽ $30 ബില്യൺ ഇറാനിൽ ഇൻവെസ്റ്റ് ചെയ്ത് സമാധാന ആവശ്യങ്ങൾക്കുള്ള ന്യൂക്ലിയർ എനർജി റിക്വയർമെന്റ്, അവർക്ക് എന്താണോ സമാധാന ആവശ്യങ്ങൾ കൊണ്ടുള്ള ന്യൂക്ലിയർ എനർജി കൊണ്ട് ആവശ്യമുള്ളത് അത് അവർക്ക് ചെയ്തു കൊടുക്കാൻ അമേരിക്ക തയ്യാറാണ്. അതിനുവേണ്ടി $30 ബില്യൺ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അമേരിക്ക തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അമേരിക്ക അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്നല്ല വാസ്തവത്തിൽ ഉദ്ദേശിച്ചത്, അറബ് നേഷൻസ് തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് വാസ്തവത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറയപ്പെടുന്നു. നേരെ മറിച്ച് മൊല്ലാസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു മൊല്ല ഭരണകൂടമാണ് അവിടെ ഉള്ളത്. ഈ ഖമനയുടെ നേതൃത്വമുള്ള മൊല്ലമാരാണ് ഇത് ഭരിക്കുന്നത്, പാതാളത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവര് സിവിൽ ഭരണകൂടമായിട്ട് പെഷാസ്കിയാൻ നയിക്കുന്ന ഗവൺമെന്റുമായിട്ട് ഇവരും പെഷേസ്കിയാൻ ഗവൺമെന്റുമായി കൃത്യമായ ഒരു അകലമുണ്ടായിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തോടെ എന്നാണ് പൊതുവെ റീഡ് ചെയ്യപ്പെടുന്നത്. കാരണം പെഷേസ്കിയാൻ പറഞ്ഞത് ഇത് നല്ലൊരു അവസരമാണ് എന്നാണ് പെഷേസ്കിയാൻ പറഞ്ഞത്. ഇനി അരാക്ചി ആവട്ടെ, അവരുടെ വിദേശകാര്യമന്ത്രി അരാക്ചി ആവട്ടെ, അവർ പറഞ്ഞത് അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ ബിയോണ്ട് റിപ്പയർ തകർന്നുപോയി എന്നാണ്. നേരെ മറിച്ച് ഖമനേയി അദ്ദേഹത്തിന്റേതായി പറഞ്ഞ ഒരു വീഡിയോ റെക്കോർഡിൽ അത് അദ്ദേഹത്തിന്റേതാണോ അതോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റഡ് ആണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ ഡിസ്പ്യൂട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റേതാണ് എന്ന് തന്നെ വിചാരിക്കുക. ആ ഒരു ടോക്കിൽ അദ്ദേഹം അവകാശപ്പെട്ടത് ന്യൂക്ലിയർ സൈറ്റുകൾക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ്. അപ്പൊ അരാക്ചി പറയുന്നു അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ തകർന്നുപോയി എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ തമ്മിലുള്ള സംസാരത്തില് അല്ലെങ്കിൽ ഖമനേയി പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുള്ള ധൈര്യം അരാക്ചിക്കുണ്ടായിരിക്കുന്നു. മാത്രമല്ല പെഷേസ്കിയാൻ ആണെങ്കിൽ കൂടി പെഷേസ്കിയാനും ഇത് ഒരു അവസരമായി കാണണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ മൊല്ല നേതൃത്വവും ഗവൺമെന്റ് നേതൃത്വവും തമ്മിലൊരു അകലമുണ്ടായിരിക്കുന്നു. ആ അകലത്തിനുള്ള ധൈര്യം ഈ ഗവൺമെന്റിന് അഥവാ സിവിൽ ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. ഇത് നിശ്ചയമായും മൊല്ല നേതൃത്വം വല്ലാതെ പേടിപ്പിക്കും. കാരണം അവരുടെ കയ്യിലേക്ക് ഭരണം പോയി കഴിഞ്ഞാൽ മൊല്ലാക്കളെ ഇവർ അടിച്ചു മൂലയ്ക്കാക്കും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ യുറേനിയത്തിന്റെ കാര്യം, യുറേനിയം എൻറിച്ച്മെന്റ് എന്നുള്ളത് അതൊരു നാഷണൽ പ്രൈഡ് ആയിട്ട് അവരെടുത്തു വെച്ചിട്ടുണ്ട്. യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞ ഇറാന്റെ നാഷണൽ പ്രൈഡ് ആയിട്ടാണ് മത നേതൃത്വം എടുത്തു കാണിക്കുന്നത്. അപ്പൊ എൻറിച്ച്മെന്റ് തീർന്നു പോയാൽ അല്ല എൻറിച്ച്മെന്റ് നടത്താൻ പറ്റാതെ വന്നാൽ അതിന്റെ അർത്ഥം മൊല്ല നേതൃത്വം പരാജയപ്പെട്ടു എന്നാണ്. അപ്പൊ മൊല്ല നേതൃത്വത്തിന്റെ എക്സിസ്റ്റൻസ് അവിടെ വളരെ ലൈവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മൊല്ല നേതൃത്വം ഇത് ഞങ്ങൾ എൻറിച്ച് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് വാസ്തവത്തിൽ വീണ്ടും ഒരു ആക്രമണം ക്ഷണിച്ചു വരുത്തുകയാണ്. ഇപ്പൊ ട്രംപ് ബോംബ് ചെയ്യുമെന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ ബോംബ് ചെയ്യുമെന്ന് പറയില്ല. പക്ഷെ അവർ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ അത് ചെയ്യും. കാരണം അവരുടെ എയർ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇവർക്ക് ഈ നശിപ്പിച്ചു കളഞ്ഞ മിസൈൽ ഡിറ്ററൻസ് ഉണ്ടാക്കിയെടുക്കണേ കുറെ വർഷങ്ങൾ വേണ്ടിവരും. അപ്പൊ ആ മിസൈൽ ഡിറ്ററൻസിലേക്ക് ഇവര് തിരിയുന്നതിന് മുൻപ് ഇവര് യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഇവർ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ വളരെ ഈസി ആയിട്ട് ആക്രമിക്കുക. കാരണം ഇവരെ കൊണ്ട് എതിർക്കാൻ പറ്റില്ല. ആകാശത്തെ പരിപൂർണമായ സുപ്പീരിയോറിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പൊ അവര് ഏതെങ്കിലും തരത്തില് യുറേനിയം എൻറിച്ച്മെന്റിന് ശ്രമിക്കുകയോ അല്ലെങ്കിൽ മിസൈൽ ടെക്നോളജി വളർത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അടി കിട്ടും. അപ്പൊ ഇസ്രായേൽ ഇത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസിൽ ഒന്ന് ഉടനെ തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒരു ആക്രമണം കൂടി ഇറാനിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതിനിടയിലൂടെ നെതന്യാഹു അടുത്ത ആഴ്ച അമേരിക്ക വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്.
കൂടാതെ അദ്ദേഹം ഒരു ഇന്ററിം പോളിന് ശ്രമിക്കുന്നതായും പറയപ്പെടുന്നു. ഈ ഒരു യുദ്ധത്തിന്റെ റിസൾട്ട് എന്താണ്, ജനങ്ങളുടെ ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, ഇദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഇന്ററിം പോളിന് കൂടി ശ്രമിക്കുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ടോപ്പ് മിലിറ്ററി കമാൻഡർ സൗദി അറേബ്യയിലെ ഡിഫൻസ് മിനിസ്റ്ററോട് ഇസ്രായേൽ ഉടനെ തന്നെ വീണ്ടും ആക്രമിച്ചേക്കും എന്നൊരു ഭീതി പ്രകടിപ്പിച്ചതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നേരെ മറിച്ച് ഈ 36 വർഷത്തെ ഈ ഖമനേയുടെ ഭരണത്തിനിടയിൽ, ഈ ഖമനേയി 36 വർഷമായി അധികാരത്തിലിരിക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ ടെസ്റ്റാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം എന്ന് പറയുന്നത്. ആകാശത്തിന്റെ പരിപൂർണമായ സുപ്പീരിയോറിറ്റി ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മിലിറ്ററി നേതൃത്വത്തിലും ശാസ്ത്രീയ നേതൃത്വത്തിലുള്ള ഓരോ ആളുകളെ എണ്ണി ഇസ്രായേൽ കൊന്നുകളഞ്ഞു എന്നുള്ളത് ഖമനേയുടെ വലിയ പരാജയത്തെ എടുത്തു കാണിക്കുന്നു. അപ്പൊ ഈ പരാജയത്തെ മുതലാക്കിക്കൊണ്ട് അവിടെ ഇപ്പോൾ ഓൾറെഡി ഉറങ്ങുന്ന ജനാധിപത്യവാദികള് ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തുമോ എന്നുള്ള വലിയ ഭയം ഈ മൊല്ല നേതൃത്വത്തിനുണ്ട്. ഈ ഖമനേയി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഖമനേയാണ്. ഇപ്പൊ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും എന്താ പ്രശ്നം, എന്താണ് വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന്റെ മകനൊന്നും ഇദ്ദേഹത്തെ പോപ്പുലർ ആയിട്ടുള്ള ആളല്ല. ഈ ഖമനേയി വെറുതെ പോപ്പുലർ ആയതല്ല. ഇപ്പോൾ ഈ മൊല്ല നേതൃത്വത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെ 80 മുതൽ 9 വർഷത്തേക്ക് 1980 മുതൽ 9 വർഷത്തേക്ക് നീണ്ടുനിന്ന ഇറാഖുമായുള്ള യുദ്ധത്തിലെ യുദ്ധവീരന്മാരാണ്. ഈ ഖമനേയി ആണെങ്കിലും ആ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു ടെററിസ്റ്റ് ആക്രമണത്തിൽ അവരുടെ നാട്ടിൽ തന്നെയുള്ള ഇറാനിൽ തന്നെയുള്ള ഇസ്ലാമിക് ടെററിസ്റ്റുകളുണ്ട്. ഇസ്ലാമിക് ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണമുണ്ട്, ഒത്തിരി തരം ഗ്രൂപ്പുകളുണ്ട്, ഒന്നിനൊന്നിനെ കാണാൻ പാടില്ല. അപ്പൊ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ വേറെ ടെററിസ്റ്റ് ഗ്രൂപ്പ് ആക്രമിച്ചതിന്റെ ഭാഗമായി ഈ ഖമനേയുടെ ഒരു ഭാഗം തളർന്നുപോയതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു കൈ, അദ്ദേഹത്തിന്റെ വലത്തെ കൈ പൊങ്ങൂല, അത് എപ്പോഴും അദ്ദേഹം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുക. അത് മൂവ് ചെയ്യാറില്ല. അങ്ങനെ എപ്പോഴും അദ്ദേഹത്തിന്റെ പടങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ അത് ആക്രമണത്തിൽ തകർന്നുപോയതാണ്. അപ്പൊ ആ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളും അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ആരാധനയുള്ള ആളുകളുമാണ്. അപ്പൊ ഇദ്ദേഹം ഇവിടെ നിന്ന് ഇദ്ദേഹം മരിക്കുകയോ മറ്റോ ചെയ്താൽ പോലും ഈ മുല്ല നേതൃത്വം ശരിക്കുള്ള പ്രശ്നത്തിൽപ്പെടും. അതുകൊണ്ടാണ് ഊർധ്വൻ വലിക്കുന്ന ആളായിട്ട് കൂടി അദ്ദേഹം ഈ അധികാരത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നതും അധികാരം അടുത്ത തലമുറയ്ക്ക് കൈമാറാതെ സൂക്ഷിക്കുന്നതും. അപ്പൊ ഈ ന്യൂക്ലിയർ ഡിറ്ററൻസും എയർ സുപ്പീരിയോറിറ്റിയും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് മൊല്ല നേതൃത്വത്തെ സംബന്ധിച്ച് തകർന്നുപോയ കെട്ടിടങ്ങൾ റീബിൽഡ് ചെയ്യുക, തകർന്നുപോയ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ശരിയാക്കുക എന്നതിനേക്കാൾ അവർക്ക് പ്രധാനപ്പെട്ടത് ഈ ന്യൂക്ലിയർ ഡിറ്ററൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവല് എൻറിച്ച്മെന്റ് വേഗം റീസ്റ്റാർട്ട് ചെയ്യുക, ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതുപോലെ മിസൈലുകൾ നിർമ്മിക്കുക, ഇതാണ് അവരുടെ ആവശ്യം. നേരെ മറിച്ച് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുണ്ടായി അവർക്ക് $3 ബില്യൺ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുണ്ടായി. ഈ $3 മില്യൺ അവർ കാൽക്കുലേറ്റ് ചെയ്തത് തകർന്നുപോയ കെട്ടിടങ്ങൾ മാത്രമല്ല, ഈ തകർന്നുപോയ കെട്ടിടങ്ങളുടെ ആളുകൾക്കും മരിച്ചവർക്കും പരിക്കേറ്റവർക്കും കൊടുക്കേണ്ട നഷ്ടപരിഹാരം അടക്കമാണ്. അവിടെ നഷ്ടപരിഹാര വിതരണം ആരംഭിച്ചു കഴിഞ്ഞു, പരിക്കേറ്റവരുടേത് കൊടുത്തു കഴിഞ്ഞു, മരിച്ചവരുടെ നഷ്ടപരിഹാരം അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബിൽഡിങ്ങുകൾ റീകൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവരൊരു സിവിൽ സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാന്നാണ് അവർ ആദ്യം ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവര് ചെയ്യുന്ന ഉടനെ തന്നെ ന്യൂക്ലിയർ എനർജി. ഇവർക്ക് ഇത്രയും പവർ സ്റ്റേഷൻസ് ഉണ്ടായിട്ട് ആ ഒരു പവർ സ്റ്റേഷനിൽ 1 വോൾട്ട് ഇലക്ട്രിസിറ്റി വരെ ഇതുവരെ അവർ ഉത്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നൽകുന്നതാണ്. എൻറിച്ച്മെന്റ് മാത്രമാണ് ഇവരുടെ എല്ലാ ന്യൂക്ലിയർ സെന്ററുകളിലും നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവർ അതിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യുന്നില്ല. അതിനിടയിലൂടെ ഇന്നലെ ഒരു രസകരമായ കാഴ്ച ഇറാനിൽ നിന്ന് CNN റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇന്നലെ അവരുടെ ഒരു ഈ മൊഹറം 1 എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ദിനമാണ്. അത് ഹൊസൈനി ഇൻഫൻസ് സെറിമണി എന്ന് പറയുന്ന ഒരു ദിവസം. ഈ ഹൊസൈനി ഇബിൻ അലി എന്ന് പറയുന്നത് മുഹമ്മദിന്റെ ഗ്രാൻഡ്സൺ ആണ്, മുഹമ്മദിന്റെ മകളുടെ മകനാണ്. അപ്പൊ അദ്ദേഹത്തെ യാസിദ് ഇബിൻ മൗവിയ എന്ന് പറയുന്ന കാലിഫ് 680 മുതൽ 683 വരെ AD 680 മുതൽ 683 വരെ ഖലീഫ ആയിരുന്ന യാസിദ് ഇബിൻ മൗവിയ ഈ മുഹമ്മദിന്റെ ഗ്രാൻഡ്സൺ ആയിട്ടുള്ള ഹുസൈൻ ഇബിൻ അലിയെ വധിച്ചതാണ്. അത് അവർ തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടിന്റെ പേരിൽ ഈ മുഹമ്മദിന്റെ ഗ്രാൻഡ്സണിനെ വധിച്ചു. അന്ന് മുതൽ ഈ മുഹമ്മദിന്റെ ഗ്രാൻഡ്സൺ എന്ന് പറയുന്നത് ഇവരുടെ 3rd ഇമാമാണ്, ഷിയയുടെ 3rd ഇമാമാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ മരണ ദിവസം ഇവര് ഹൊസൈനി ഇൻഫാൻസ് സെറിമണി എന്ന് പറയുന്ന ഒരു വിശുദ്ധ ദിനമായി എല്ലാ വർഷവും ആചരിക്കാറുള്ളത് മുഹറം 1 അപ്പൊ അന്ന് 10,000-കണക്കിന് സ്ത്രീകൾ സ്ട്രീറ്റിൽ ന്യൂലി ബോൺ കുട്ടികളെ, ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെയുമായി വന്നിട്ട് ഖമനേയ്ക്ക് ഓഫർ ചെയ്യാണ്. ഇതാ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നോളൂ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നോളൂ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മരിക്കാൻ ഞങ്ങൾ വിട്ടുതരാം. ലോകത്തിൽ എവിടെയെങ്കിലും ഇത്തരം ഒരു കാഴ്ച നമുക്ക് കാണാനാവുമോ? എത്രത്തോളം സംസ്കാരമില്ലാത്ത സമൂഹമാണ് അത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ജീവിയുടെയും അടിസ്ഥാന കർമ്മം. കുഞ്ഞുങ്ങൾ ഒരിക്കലും യുദ്ധ വിഷയമല്ല. യുദ്ധത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യവുമില്ല. അപ്പൊ കുഞ്ഞുങ്ങളെ എടുത്ത് യുദ്ധത്തിന് കൊടുക്കുന്നു അല്ലെ കുരുതി കൊടുക്കുന്നു എന്ന് പറയുന്നത്, ഈ ഇവരുടെ ബലിപെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ അബ്രാഹാം
കുഞ്ഞിനെ ബലി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം തടഞ്ഞു എന്ന മെസ്സേജാണ്. അതായത് ആ കാലഘട്ടത്തിൽ BC 4000 കാലഘട്ടത്തിലൊക്കെ എല്ലാ സമൂഹത്തിലും ശിശുക്കളെ വധിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ശിശുക്കളെ ദൈവത്തിന് ബലി കൊടുക്കുക എന്നുള്ളത് ഒരു കഷ്ടമായിരുന്നു. ആ കഷ്ടം നിരോധിക്കപ്പെട്ടതിന്റെ സൂചന കൂടിയാണ് ഈ ബലിപ്പെരുന്നാൾ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കരുത്, വേണമെങ്കിൽ മൃഗബലിയാവാം എന്നുള്ള ആ കാലഘട്ടത്തിൽ സംസ്കാരം അനുസരിച്ചുള്ള ചേഞ്ചാണ്. അന്ന് തന്നെ നിർത്തപ്പെട്ട, മതപരമായി തന്നെ നിർത്തപ്പെട്ട ഒരു സംഗതിയാണ് കുഞ്ഞുങ്ങളെ ബലി കൊടുക്കാറുണ്ട്. ഇപ്പോഴാണ് ഇവിടെ സ്ത്രീകൾ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഖമനയ്ക്ക് കൊടുക്കുകയാണ്. ഈ പാതാളവാസിയായിട്ടുള്ള ഖമനയുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരുപക്ഷെ ഖമനയ്ക്ക് ബലി കൊടുക്കുന്നതാണ് വിചാരിക്കാം. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതാ, നിങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തോളൂ. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ എന്തിനാ കുഞ്ഞുങ്ങളെ? കാര്യം ഇസ്രായേലിന്റെ ബോംബ് വരുമ്പോൾ അടി വെച്ചു കൊടുക്ക്, കുഞ്ഞുങ്ങൾ ചാവട്ടെ, എന്നിട്ട് നമുക്ക് ലോകത്തോട് പറയാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നേ എന്ന് പറയാം. ഇവരെ സംബന്ധിച്ച്, ഖമനയെ സംബന്ധിച്ച് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവർ വളർത്തിക്കൊണ്ടുവന്ന ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും എല്ലാം നശിച്ചുപോയി. അവരുടെ ആകാശത്തിലുള്ള സുപ്പീരിയോറിറ്റി മുഴുവൻ നശിച്ചുപോയി. മിസൈൽ സ്റ്റോക്കും ബഹുഭൂരിഭാഗം നശിച്ചുപോയി. ഇനിയിപ്പോ ആകെ ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവരെ സംബന്ധിച്ച് ആകെ കാണിക്കാനുള്ളത് ഈ ഒരു മിസൈൽ ഉടനെ ഞങ്ങൾ യുറേനിയം എൻറിച്ച് ചെയ്യും എന്നൊരു വീരവാദം മാത്രമാണ്. ആ വീരവാദം മുഴക്കാനാണ് ഖമനയി ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊരു ശ്രമമാണ് ഖമനയി നടത്തുന്നത് എന്നാണ് മാധ്യമങ്ങളുടെ അടിസ്ഥാനപരമായ വിലയിരുത്തൽ.